പ്രതിമാസ ഇൻസെന്റീവ് 1500 രൂപ വർദ്ധിപ്പിക്കാനുള്ള കേന്ദ്ര തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ആശാവർക്കർമാർ. എന്നാൽ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും ആശാവർക്കർമാർ ആവശ്യപ്പെടുകയാണ്. വർധന വരുന്നതുവരെ സമരം തുടരുമെന്നും സമരസമിതി വ്യക്തമാക്കി. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. കേന്ദ്രം അതിലൊരു കൂടി ചുവട് മുന്നോട്ട് വച്ചിരിക്കുന്നു. അത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ മാന്യമായ ഒരു ഓണറേറിയം കൂടെ വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരിക, അത്രയും ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ആനുകൂല്യങ്ങൾ നേടും വരെ സമരം തുടരും. സുനിഷ അയലൂരും ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. സമരം തുടങ്ങി 168 ദിവസമായിരിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുഭാവത്തോടെയുള്ള ഒരു സമീപനം സംസ്ഥാനത്ത് കാണുന്നില്ല. പക്ഷേ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് NK പ്രേമചന്ദ്രന് കൊടുത്ത മറുപടി അനുസരിച്ച് തുക കൂട്ടിയിരിക്കുന്നതായി ബോധ്യപ്പെടുന്നു. ആശമാർ ഈ വിവരം അറിഞ്ഞപ്പോഴുള്ള അവരുടെ പ്രതികരണവും നമ്മൾ കണ്ടു. പക്ഷേ സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ ഇതേ ഇരിപ്പ് തുടരാനാണോ തീരുമാനം? സുജയ, നിലവിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമരക്കാരോട് പറഞ്ഞത് കേന്ദ്രം വർദ്ധിപ്പിക്കട്ടെ, എന്തുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അതിന് ആനുപാതികമായി തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്നുള്ളതായിരുന്നു അന്ന് നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചൊരു പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി ഓണറേറിയം വർദ്ധിപ്പിക്കുമോ എന്നതാണ് അറിയേണ്ടത്. അത് തന്നെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ സർക്കാരിനെതിരെ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം തുടരണമെന്നുള്ളത് തന്നെയാണ് ഇവർ ആലോചിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ കൂടെ ഇപ്പോൾ മിനി ചേച്ചി ഉണ്ട്. ചേച്ചി, സമരം തുടരുമെന്നുള്ളത് തന്നെയാണോ? കാരണം ഇൻസെന്റീവ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രം അങ്ങനെ ഒരു മറുപടി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. ആ മറുപടി എത്രത്തോളം സ്വാഗതം ചെയ്യുന്നു? ഇനി എന്താണ് തുടർ നടപടികൾ? മറുപടി ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇത് ഞങ്ങളിവിടെ നടത്തിയ സമരത്തെ തുടർന്ന് കേരളത്തിലെ MP-മാർ ഈ സമരപ്പന്തൽ സന്ദർശിക്കുകയും അപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പാർലമെന്റിൽ ഇത് ഉന്നയിക്കണം എന്നുള്ളത്. അവർ വളരെ കൃത്യമായി തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും അത് ഉന്നയിക്കുകയും അതിനെ തുടർന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പാർലമെന്റിൽ വെച്ച് തന്നെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഇൻസെന്റീവ് വർധനവുമായി ബന്ധപ്പെട്ട മിനിറ്റ്സ് ഞങ്ങൾ പരിശോധിച്ചു. ഒരു നേരിയ വർധനമാണ് വന്നിരിക്കുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ആ വർധനവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യണം. കാരണം ഇന്ത്യയിലെ 10 ലക്ഷം ആശാവർക്കർമാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് നടപടി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഈ സമരത്തെ തുടർന്ന് ഇന്ത്യയിൽ ആകമാനമുള്ള ആശാവർക്കർമാർക്ക് ഒരു പ്രയോജനം ലഭിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷമുണ്ട്. എന്നാൽ ഞങ്ങൾ ഫെബ്രുവരി 10-ാം തീയതി ഇവിടെ ആരംഭിച്ച സമരം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. അതോടൊപ്പം വിരമിക്കൽ ആനുകൂല്യം നൽകണം. ഇത് രണ്ടിനും ഇതുവരെയും തീരുമാനമായിട്ടില്ല. എന്ന് മാത്രവുമല്ല, കേന്ദ്ര ഗവൺമെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഇൻസെന്റീവിന് സംസ്ഥാന സർക്കാർ മാനദണ്ഡം വെച്ചുകൊണ്ട് അത് പകുതിയായി വെട്ടിക്കുറച്ചിരിക്കുന്നു. അങ്ങനെ ഫലത്തിൽ 7000 എന്നതില്ല 3500 രൂപ അത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള ധാരാളം നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് സമരം തുടരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമരം തുടരും. സംസ്ഥാന സർക്കാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്രം വർദ്ധിപ്പിക്കുകയാണെങ്കിൽ വർദ്ധിപ്പിക്കട്ടെ എന്ന് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അത് വസ്തുതയാണെങ്കിൽ, അദ്ദേഹം അതിനകത്ത് ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ കേന്ദ്രം വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മാന്യമായി ജീവിക്കാനുള്ള ഒരു വേതനം ഇവിടെ നൽകേണ്ടതുണ്ട്. അതാണ് സംസ്ഥാനത്തും ഈ ഓണറേറിയം കൂട്ടണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആദിൽ പാലോഡിലേക്ക് വന്നാൽ, ആദിൽ പാലോഡ്, കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം എങ്ങനെയാണ്? ഇത് പഴയ തീരുമാനമാണ് എന്നൊക്കെ ഒരു ഭാഗത്ത് വാദങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് എന്നു മുതലാണ് പ്രാബല്യത്തിൽ വരുന്നത്? മാർച്ച് മാസം ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമെടുത്തത് എന്ന് മറുപടിയിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. പക്ഷേ ഇക്കാര്യം ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. ഇൻസെന്റീവ് ഈ ആശാവർക്കർമാർക്ക് ലഭിക്കുകയും ചെയ്തിരുന്നില്ല. ഇക്കാര്യത്തിലൊരു തീരുമാനം അത് ഔദ്യോഗികമായി തന്നെ, പ്രത്യേകിച്ച് ആരോഗ്യ മന്ത്രാലയം ലോക്സഭയെ രേഖാമൂലം അറിയിക്കുമ്പോൾ അത് കൃത്യമായ ഒരു ഉത്തരവിന് സമാനമായ നിർദ്ദേശമായി തന്നെ നമുക്കത് വ്യാഖ്യാനിക്കാൻ കഴിയും. 1500 രൂപ എന്നുള്ളത് 2000 രൂപ എന്നുള്ളത് 3500 രൂപയിലേക്ക് ഉയർത്തുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, വിരമിക്കൽ ആനുകൂല്യമായി 10 വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് 20,000 രൂപ നൽകുന്ന രീതി ഉണ്ടായിരുന്നു. അത് 500,000 രൂപയാക്കിക്കൊണ്ടും തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് NK പ്രേമചന്ദ്രൻ MPക്ക് ലോക്സഭയിലെ ചോദ്യത്തിന് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന മറുപടി. അത് സമാനമായി ഒരു ഉത്തരവിന് സമാനമായ നിർദ്ദേശമായി നമുക്ക് വ്യാഖ്യാനിക്കാനാവും. മാത്രമല്ല, മാർച്ചിൽ നടന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്നുകൂടി ഈ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് കേന്ദ്രം. സുജയ. ഓക്കെ, ആദിൽ പാലോടും സുനിഷ അയലൂരുമാണ് വിവരങ്ങൾ നൽകിയത്. ആശമാരുടെ ഇൻസെന്റീവ് അങ്ങനെ 3500 രൂപയായി മാറിയിരിക്കുകയാണ്. ഇനി ഓണറേറിയം 10,000 ആക്കണമെന്നുള്ള അവരുടെ ആവശ്യമാണ് ബാക്കി. 168-ാം ദിവസവും അവർ സമരം തുടരുകയാണ്.